തവാഫ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗവും കഅബ ശരീഫുമായി തൊട്ടു നിൽക്കാൻ പാടില്ല. കൈകൊണ്ട് തടവുകയോ ആ കില്ലെ പിടിക്കുകയോ അല്ലെങ്കിൽ ഹിജർ ഇസ്മായിലിന്റെ ഭാഗത്തുള്ള ആ അരപ്പിറ്റിയെ ഒന്ന് തൊടുകയോ ഒന്നും പാടില്ല. ഉംറയുടെ രണ്ടാമത്തെ ഫർളാണ്. നമ്മൾ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹജറുൽ അസ്വദിന്റെ അരികിൽ ആരുമില്ല, കാലിയായി കിടക്കുന്നു. ഇനി ഒരു ചാൻസ് കിട്ടുമോ എന്ന് വിചാരിച്ച് തവാഫിന്റെ ഇടയിൽ പോയി ഹജറുൽ അസ്വദ് ചുംബിക്കാൻ ആരും മുതിരരുത്, ആരും തയ്യാറാകരുത്. തവാഫ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ തവാഫ് ഹജറുൽ അസ്വദിന്റെ അരികിൽ നിന്ന് തുടങ്ങി, അതിന്റെ ഭാഗത്ത് നിന്ന് തുടങ്ങി നാം കറങ്ങി തിരിച്ച് ഹജറുൽ അസ്വദിന്റെ ഭാഗത്തെത്തുമ്പോൾ ഒരു ചുറ്റലായി. അങ്ങനെ 7 പ്രാവശ്യം ചുറ്റുമ്പോഴാണ് ഒരു തവാഫ് പൂർണ്ണമാവുന്നത്. ഹജറുൽ അസ്വദിന്റെ ഭാഗത്ത് നിന്ന് തുടങ്ങി നമ്മൾ ബാക്കിയുള്ള 3 മൂലകളും കറങ്ങി തിരിച്ച് 4ാമത്തെ മൂലയായ ഹജറുൽ അസ്വദിന്റെ അരികിൽ വരുമ്പോൾ ഒരു ചുറ്റല്. അങ്ങനെ 7 പ്രാവശ്യം ചുറ്റുമ്പോൾ തവാഫ്, ഉംറയുടെ തവാഫ് പൂർണ്ണമായി. ഇത് നാം ശ്രദ്ധിക്കേണ്ടത്, പുരുഷന്മാര് ആദ്യത്തെ 3 നടത്തം തോളുകൾ കുലുക്കി കാലുകൾ അടുപ്പിച്ചു വെച്ച് റംല് നടത്തം നടക്കുക. റംല് നടത്തം തോളുകൾ കുലുക്കി കാലുകൾ അടുപ്പിച്ചു വെച്ചായിരിക്കണം ആദ്യത്തെ 3 നടത്തം നാം നടക്കേണ്ടത്. സ്ത്രീകൾ സാധാരണ നിലയിൽ നടന്നാൽ മതി. തവാഫിന്റെ ഇടയിൽ തിരിഞ്ഞു നോക്കുകയോ മറ്റു ഭിന്നവിയായ സംസാരങ്ങൾ ആവശ്യമില്ലാതെ സംസാരിക്കുകയോ അതുപോലുള്ള ഒരു പരിപാടിയും പാടില്ല. തവാഫിൽ തുടക്കം മുതൽ അത് പൂർണ്ണമാവുന്നവരെയും ഒതുവോടുകൂടിയായിരിക്കണം തവാഫ് ചെയ്യേണ്ടത്. ഒതുവോടുകൂടിയായിരിക്കണം. ഒതു ഇടയിൽ വെച്ച് നിറഞ്ഞു പോയാൽ അവിടെ തവാഫ് അവസാനിച്ചു. പിന്നെ ഒതുവെടുത്തതിന് ശേഷം ആ ചുറ്റി ഒന്നും കൂടി ചുറ്റി അത് പൂർത്തിയാക്കുക. ഒന്നുമില്ലാതെ തവാഫ് ചെയ്യരുത്. അതുകൊണ്ട് ആർത്തവമുള്ള സ്ത്രീകൾ അവർക്ക് ഹജ്ജിന്റെ എല്ലാ അമലുകളും ചെയ്യാം, ഉംറയുടെ എല്ലാ അമലുകളും ചെയ്യാം, പക്ഷെ തവാഫ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അവര് ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്യുമ്പോൾ അവർ ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്യാം, അതിനുവേണ്ടി കുളിക്കാം, നിയത്ത് ചെയ്യാം, തൽബിയത്ത് ചെല്ലാം, എല്ലാം ചെയ്യാം. മക്കയിൽ എത്തിയാൽ അവർ റൂമിൽ തന്നെ കഴിയണം. ശുദ്ധിയായതിനു ശേഷമേ പരിശുദ്ധമായ കാബാലയത്തിന്റെ അരികിൽ വന്ന് അവർ തവാഫ് ചെയ്യാവൂ. അതിനുശേഷം സഈ ചെയ്യുക, അതിനുശേഷം മുടി മുറിക്കുക. ശുദ്ധി ഉണ്ടായിരിക്കൽ നിർബന്ധമായ കാര്യമാണ് തവാഫ്. അതുപോലെ തന്നെ തവാഫ് ചെയ്യുമ്പോൾ നാം ആരെയും ദ്രോഹിക്കരുത്, ആരെയും കുറ്റമൊന്നും പറയരുത്. ഏതെങ്കിലും ഒരു സഹോദരൻ നമ്മളെ വന്ന് ഇടിക്കുകയോ തിക്കിലും തിരക്കിലും ഒരാളുടെ ശരീരം നമ്മുടെ ശരീരത്തോട് ചേരുകയോ അല്ലെങ്കിൽ അല്പം വേദന എടുക്കുകയൊക്കെ ചെയ്താൽ അല്ലാഹുവിന് വേണ്ടി എല്ലാം ക്ഷമിക്കുക. തവാഫിൽ നമ്മൾ പറയേണ്ടത് എന്താണ്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യുൽ അലീം. ഈ തസ്ബീഹ് പറഞ്ഞുകൊണ്ട് തവാഫ് ചെയ്യുക. ഇനി നമ്മൾക്ക് അറിയാവുന്ന ചില സാധാരണ കിതാബുകൾ, ചില ദുആകളൊക്കെ ഉണ്ട്. ആ ദുആ അറിയാവുന്നവർ ആ ദുആകൾ പറഞ്ഞുകൊണ്ട് നമ്മൾ തവാഫ് ചെയ്യുക. തവാഫ് ചെയ്യുന്നതിന്റെ ഇടയിൽ മഖാം ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം എത്തുമ്പോൾ ആ മഖാം ഇബ്രാഹിമിന്റെ അരികിലേക്ക് പോയി അതെല്ലാം തൊട്ടുമുത്തി മണത്തി, അതേപോലെ തന്നെ നമ്മുടെ ശരീരം ഇടതു ഭാഗം കഅബ ശരീഫിന്റെ ഭാഗത്തേക്ക് ആക്കുക എന്ന് പറയുന്ന ആ നിയമം തെറ്റിച്ച് നമ്മൾ മഖാം ഇബ്രാഹിമിന്റെ പുറകിലേക്ക് പോകാതിരിക്കുക. തവാഫ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ തവാഫ് മാത്രം നിർവഹിക്കുക. മഖാം ഇബ്രാഹിമിന്റെ പുറകിൽ കൂടിയോ മുമ്പിൽ കൂടിയോ പോകേണ്ട അവസ്ഥ വന്നാലും ഇടത് ഭാഗം കഅബ ശരീഫിനെ ആക്കിക്കൊണ്ടായിരിക്കണം തവാഫ് നിർവഹിക്കേണ്ടത്. എണ്ണം പിടിച്ചോളണം. നമ്മൾ വിരലുകൊണ്ടോ തസ്ബീഹ് കൊണ്ടോ എണ്ണം തെറ്റാതെ പൂർണ്ണമായും പിടിച്ചോളണം. വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ തവാഫ് ചെയ്ത സ്ഥലമാണ്, പരിശുദ്ധമായ കാബാലയമാണ്. ആരൊക്കെ വന്ന് തവാഫ് ചെയ്ത സ്ഥലമാണ്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അല്ലാഹുവിന്റെ പ്രവാചകൻ വരെയുള്ള പ്രവാചകന്മാർ തവാഫ് ചെയ്ത, സഹാബാക്കൾ, സാലിഹീങ്ങൾ, ശുഹദാക്കൾ, ആരിഫീങ്ങൾ തവാഫ് ചെയ്ത സ്ഥലം. ആ സ്ഥലത്ത് കൂടിയാണ് നമ്മൾ തവാഫ് ചെയ്യുന്നത്. ആ ഒരു ചിന്ത, ആ ഒരു ബോധം, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയോടുകൂടി ആയിരിക്കണം നമ്മൾ തവാഫ്. നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും സുവർണാവസരങ്ങളാണ്.
അള്ളാഹു അധികമായി തവാഫ് ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും ചുരുങ്ങിയത് 50 തവാഫങ്ങളും നിർവഹിക്കണം. ഏറ്റവും ചുരുങ്ങിയത് 50 തവാഫ് നിയ്യത്ത് വേണം. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബികും വജന്നത്തിൻ. അതേപോലെ അല്ലാഹു വസ്സാബിഖൂന അസ്സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ ഫൽയതനാഫസിൽ മുതനാഫിസൂൻ. നല്ല കാര്യങ്ങളിൽ മുൻകടക്കണം. നല്ല കാര്യങ്ങളിൽ ഹജ്ജിന് പോകുന്ന വ്യക്തി, ഉംറയ്ക്ക് പോകുന്ന വ്യക്തി മനസ്സിൽ കരുതണം, എന്റെ അധിക സമയവും മക്കയിൽ കഴിയുന്ന കാലത്തോളം അധിക സമയവും നിന്റെ കഅബാലയവുമായിട്ടുള്ള ബന്ധമായിരിക്കും. യാ അല്ലാഹ്, ആ കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്ത് ഞാൻ ഇങ്ങനെ തവാഫ് ചെയ്യും. ഒരു കുഞ്ഞ് പാലിന് വേണ്ടി മാതാവിന്റെ കാൽപാദത്തിൽ കടന്ന് കരയുന്നത് പോലെ എത്രമാത്രം കരയുന്നു ആ കുഞ്ഞിന് ആ മാതാവ്, അവൻ ആ മാതാവിന്റെ മാർദ്ദത്തിലേക്ക് ചേർത്ത് വെച്ച് പാല് കൊടുക്കുന്നത് പോലെ യാ അല്ലാഹ്, നിന്റെ പരിശുദ്ധമായ കഅബാലയം, ആ കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്ത് ഈ ദാസൻ, ഈ അടിമ, ഈ പാപി യാ അല്ലാഹ് കുഞ്ഞ് കരയുന്നത് പോലെ, പാലിന് വേണ്ടി കരയുന്നത് പോലെ നിന്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ ആ ചുറ്റുകയാണ് റഹ്മാനെ. ഈ കാലുകൊണ്ട് പല തെറ്റുകളും ചെയ്തു പോയി, ഈ കാലുകൊണ്ട് പല തെറ്റിലേക്കും നടന്നുപോയി റഹ്മാനെ. ഇപ്പോൾ ഞാൻ നടക്കുന്നത് നിന്റെ പ്രവാചകൻ നടന്നതായ സ്ഥലത്ത് കൂടിയാണ്. യാ അല്ലാഹ്, എന്റെ എല്ലാ പാവങ്ങളും നീ പുറത്തു തരണേ. ആ ഒരു ചിന്തയോടുകൂടി, ആ ഒരു ഫിക്കറോടുകൂടി കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകിക്കൊണ്ട് ഹൃദയം അല്ലാഹുമായി ബന്ധിപ്പിച്ചുകൊണ്ട് തവാഫ് ചെയ്യണം. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ നീയാണ് പരിശുദ്ധൻ. അൽഹംദുലില്ലാഹ്, എല്ലാ സ്തുതിയും നിനക്കാണ്. അല്ലാഹു അക്ബർ, അല്ലാഹുവേ നീയാണ് വലിയവൻ, നീയാണ് വലിയവൻ. അല്ലാഹു അക്ബർ. ആ തസ്ബീഹ് ആവർത്തിച്ച് വരണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉംറയുടെ രണ്ടാമത്തെ ഫർളാണ് തവാഫ്. ആ തവാഫ് നാം വളരെ നല്ലതുപോലെ, സ്ത്രീകൾ തവാഫ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, മുഖം മറയ്ക്കാൻ പാടില്ല, കൈയുറ ധരിക്കാൻ പാടില്ല, സോക്സ് ധരിച്ചിരിക്കണം, ഒരു മുടി പോലും വെളിയിൽ കാണാൻ പാടില്ല, ഒരു മുടി പോലും